ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഹാർട്ട് കില്ലേഴ്സ് എന്ന സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് കീനാണെങ്കിൽ രാത്രി ആരും അറിയാതെ അവൻ്റെ അമ്മയായിട്ടുള്ള ലില്ലിയുടെ ഓഫീസിൽ കയറുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇപ്പോൾ നമ്മുടെ സ്റ്റൈലും ഫടലും കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനെ തിരിച്ച് തരണമെങ്കിൽ അവരിവനോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അമ്മ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഇൻഫർമേഷൻ ഇവർക്ക് കൊണ്ട് കൊടുക്കണമെന്നായിരുന്നു. കാരണം അവരെത്ര മോശമായിട്ടുള്ള സ്ത്രീയാണെന്നും അവനിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ബോയ് ഫ്രണ്ടിനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അവരെ നശിപ്പിക്കാനൊക്കെ ആയിട്ടും അവൻ ആരും കാണാതെ രാത്രി അവരുടെ ഓഫീസിൽ കയറിയിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പെൻ ഡ്രൈവിലേക്ക് അവൻ ഇൻഫർമേഷൻ എല്ലാം മാറ്റുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ഫടയിലൊക്കെ വിളിച്ചൊരു സ്ഥലത്തേക്ക് അവൻ എത്തുന്നുണ്ട്. വന്നുടനെ തന്നെ ഇതൊക്കെയാണ് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, അമ്മയുടെ ഫിനാൻഷ്യൽ സംഭവങ്ങൾ, പിന്നെ അവിടെ ഓഫീസിലെ എംപ്ലോയീസ്, ഇതൊക്കെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പെൻ ഡ്രൈവ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ബോയ് ഫ്രണ്ട് എവിടെയും ചോദിക്കുന്ന ടൈമിന് ഫടയിലാണെങ്കിൽ അവനെയൊക്കെ തന്നു വിടാം, പക്ഷേ നീ ഞങ്ങളെ പറ്റിക്കുകയല്ലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളെ പറ്റിക്കുന്നതല്ല, എനിക്ക് എൻ്റെ ബോയ് ഫ്രണ്ടിനെ തിരിച്ചു വേണം, ഞാൻ അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഒഴിയാനായിട്ട് സത്യം പറയാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു, ഞാൻ നിങ്ങളെ സഹായിച്ചു, എനിക്കിനി വേറെ ഒന്നും വേണ്ട, എനിക്ക് അവരുമായിട്ട് ഒരു ഇടപെടലിനും താല്പര്യമില്ല, എനിക്കെൻ്റെ ബോയ് ഫ്രണ്ടിനെ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈസൺ ചെന്നിട്ട് താനോണിനെ കൊണ്ടുവന്നിട്ട് അവന് കീനിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പേ കീനിനോട് നീ ഞങ്ങളെ പറ്റിക്കരുതെന്ന് പറയുന്നുണ്ട്. കീനപ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല, അത് പിന്നെ എനിക്കാണെങ്കിൽ ഓൾറെഡി അമ്മയുടെ അടുത്തുനിന്ന് മാറണമെന്നുണ്ടായിരുന്നു, കാരണം എനിക്ക് ആരെയും കൊല്ലുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ പറയുന്നതെല്ലാം അനുസരിച്ച് അമ്മയുടെ കൂടെ തന്നെ നിന്ന് കഴിക്കാം, അമ്മ എന്നെ വിടുമെന്ന്. എന്നാൽ അമ്മ എന്നെ വിടൂല എന്നെനിക്ക് പിന്നീടാണ് ഉറപ്പായത്. അതുകൊണ്ട് തന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും എൻ്റെ ബോയ് ഫ്രണ്ടിനോട് നല്ലൊരു നോർമലായിട്ടുള്ള ലൈഫ് നയിക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ അത് നടക്കാതിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് അമ്മേനെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് താനോണിനെയും കൊണ്ട് കീ തിരിച്ചു പോവുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റൈലാണെങ്കിൽ അവരുടെ ലവ് കണ്ടിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഇമോഷണലായി പോയി എന്ന് പറയുന്നുണ്ട്. ആസഫ് ഫടയിലും നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ സ്നേഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതേസമയം കാണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ബൈസൺ തെളിവൊക്കെ കിട്ടിയില്ലേ, അവരെ ഞാൻ കൊല്ലാൻ പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് വേണ്ട, കൊല്ലേന്നും വേണ്ട, നീ ഇനി കൊല്ലണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല എന്ന് പറഞ്ഞപ്പോൾ ബൈസൺ ദേഷ്യത്തിൽ പിന്നെ ഞങ്ങളുടെ പാരൻസിനെ കൊന്ന ആ സ്ത്രീ സന്തോഷം നടക്കുന്നത് ഞങ്ങൾ കാണണമെന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുന്ന ടൈമിന് കാണ്ട് അങ്ങനെയല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നിങ്ങൾ ഇനിയും കൊല നടത്തിയിട്ട് ജയിലിൽ പോകണമെന്ന് ഞങ്ങൾക്ക് തീരെ ആഗ്രഹമില്ല, നിങ്ങൾ ജയിലിൽ പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആസ്മി ഫടയിൽ എന്താ പ്ലാനെന്ന് ചോദിക്കുന്ന ടൈമിന് കാണ്ടാണെങ്കിൽ അത് പിന്നെ ഞാൻ ക്യാപ്റ്റനോട് സംസാരിക്കാം, ക്യാപ്റ്റനോട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നിങ്ങളെ വെറുതെ വിട്ടേക്കും, എന്നിട്ട് അയാളെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അമ്മേനെ പോലീസിനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അതവർ ഓക്കെ എന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടും സ്റ്റൈലും കൂടെ ആയിട്ട് ക്യാപ്റ്റനെ കാണാൻ വരുന്നതാണ്. വന്നിട്ട് ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ നിങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ഒരു ഡീലുണ്ടെന്ന് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അങ്ങനെ എന്താ കാര്യം നോക്കുന്ന ടൈമിന് ഇവരാണെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഫടയിലിനെയും ബൈസനെയും വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവരെയൊക്കെ നയിച്ചുകൊണ്ടിരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ആളെ പിടിക്കാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ അതിന് നിങ്ങൾക്ക് ഈ പരിപാടി മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുന്ന ടൈമിന് അവരാണെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവരെ പിടിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും, ഇപ്പോൾ എന്തായാലും അവരുടെ തൊട്ട് താഴെയുള്ള ഒരു ചെറിയ ആളെങ്കിലും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ബാത്റൂമിൻ്റെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. അവർ ആക്ച്വലി ഈ ബാത്റൂം ഏരിയയിലാണ് നിന്നത്. ആ സമയം ആ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരാളെ കെട്ടിയിട്ടേക്കുമായിരുന്നു. മേ ബി അത് ലില്ലിയുടെ അടുത്തുള്ള ആരെങ്കിലും ഒരാളായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇത് കണ്ടപ്പോൾ ക്യാപ്റ്റൻ ശരി എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആ വലിയ ആളെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്നത് ഞാനും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയാണ് കാണിക്കുന്നത് സ്റ്റൈലാണെങ്കിൽ നമ്മുടെ ഫടയിലിന് അവൻ്റെ ആ ഒരു മെക്കാനിക് ഷോപ്പിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നൊരു പയ്യനുണ്ട്. ആ പയ്യനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇവൻ ഈ ഫേക്ക് പാസ്പോർട്ട് ID എല്ലാം ഉണ്ടാക്കി തരും, അവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയിൽ കാര്യം മനസ്സിലാവാതെ സ്റ്റൈലിനെ മാറ്റി നിർത്തിയിട്ട് അല്ല ഇപ്പോൾ ഫേക്ക് പാസ്പോർട്ട് ID ഒക്കെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നീ ജയിലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് നിനക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫടയില്ലേ, പക്ഷേ അതിന് ക്യാപ്റ്റനോട് ഓൾറെഡി നിങ്ങൾ സംസാരിച്ച് ക്യാപ്റ്റൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ ക്യാപ്റ്റൻ ഞങ്ങൾ ജയിലിൽ ഇടത്തില്ലല്ലോ എന്ന് പറയുന്ന ടൈമിന് സ്റ്റൈല് അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് അയാളെ തീരെ വിശ്വാസമില്ല, കാരണം പോലീസുകാരെന്ന് പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ ഈ ഒരു ഫേക്ക് പാസ്പോർട്ട് കൊണ്ട് ഈ സ്ഥലം വിട്ടിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നീ എന്നെ കോൺടാക്ട് ചെയ്യണം, ഞാനും നിൻ്റെ അടുത്തോട്ട് വന്നോളാം, കേസെല്ലാം തീർന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയം ഫടയിൽ എന്നാലും പ്രശ്നമുണ്ട്, ആ ഒരു കേസ് തീരുമ്പോൾ തന്നെ 20 വർഷത്തോളം എടുക്കും, കാരണം അത്രയുള്ള കേസാണിത്. അപ്പോഴത്തേക്കും നമ്മ രണ്ടുപേരും വയസ്സായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് വയസ്സായാലെന്താ, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഫടയിൽ കുറച്ചൊന്ന് എന്താ തന്നെ ഇത്രയും മാത്രം സ്റ്റൈൽ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്
നീ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പകുതി പോലും ഞാൻ എന്നെ സ്വയം സ്നേഹിക്കുന്നില്ല എന്ന് ഫഡീൽ സ്റ്റൈലിനോട് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന കാണ്ടും ബൈസണും ബേബിയെ സ്കൂളിൽ ഒന്ന് പിക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ് ഒരുമിച്ച്. ആ സമയം തൻ്റെ അവിടെ വന്നതിന് താങ്ക്സ് പറയുന്നുണ്ട് കാണ്ട് ബൈസനോട്. ബൈസനപ്പോൾ എനിക്കൊരു അനിയനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാണ്ട് അതിനെന്താ നീ എൻ്റെ ഫാമിലി ആവും, നിനക്കൊരു അനിയനെ കിട്ടൂലേ എന്ന് പറയുന്നുണ്ട്. അതേസമയം ബേബി അവൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ ബേബി ഇവരോട് സംസാരിച്ചിട്ട് പോകാൻ നിൽക്കുന്ന ടൈമിലാണ് കാണ്ടാണെങ്കിൽ ക്യാപ്റ്റൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത്. അങ്ങനെ കാണ്ട് അവരുടെ രണ്ടുപേരും വണ്ടി ചെന്നിരിക്കും, താനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ക്യാപ്റ്റനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ക്യാപ്റ്റൻ തൻ്റെ മകനും പിന്നെ ടീച്ചറാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പ്രിൻസിപ്പളാണെന്ന് തോന്നുന്നു ഒരാളുമായിട്ട് സംസാരിക്കുന്നതും കാണുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ലില്ലി രാത്രി ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. ലില്ലിയാണെങ്കിൽ പൊളിറ്റിക്സിൽ കയറാനായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ഒരാളുടെ വൈഫിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നതും പിന്നെ ആ ലേഡിക്ക് ഇഷ്ടപ്പെട്ട പയ്യന്മാരെയൊക്കെ കൊണ്ടുവരുന്നതും അതിലൊരു പയ്യനായിട്ട് കാണ്ട് നിൽക്കുകയും ആ ലേഡിക്ക് കാണ്ടിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം ലില്ലി ആ കാണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ആ ലേഡിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആ പാർട്ടിക്ക് നീ നിൻ്റെ കുറേ ഫ്രണ്ട്സിനെയും കൊണ്ടുവരണം, ഒരുപാട് ചെക്കന്മാരെ വേണമെന്ന്. അങ്ങനെ ഇപ്പോൾ ആ ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിയിൽ ഇവരിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ലില്ലിയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ആ ലേഡിയോട് പറയാണ്. ആ സമയം ലേഡി എന്താണെന്ന് ചോദിക്കുന്ന ടൈമിലാണ് ലില്ലി എല്ലാവരോടും കയറി വരാൻ പറയുന്നത്. കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ കാണ്ട് ഉൾപ്പെടെ കുറേ ബോയ്സ് നിൽപ്പുണ്ട്. കാണ്ട് മാത്രമല്ല നമ്മുടെ സ്റ്റൈലും ഉണ്ട് ഇപ്പോൾ ആ പ്ലാനിൽ. അങ്ങനെ കാണ്ടിനെയും സ്റ്റൈലിനെയും കണ്ടപ്പോഴത്തേക്കും ഈ ലേഡിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും ചെക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ഈ ലേഡിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറേ ലേഡീസൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും ഇവരെ തന്നെ നോക്കുന്നുണ്ട്. അതേസമയം ഈ ലേഡി നോക്കിയപ്പോഴാണ് അന്ന് കണ്ട അതേ പയ്യനായ കാണ്ടിനെ കാണുന്നത്. ആ സമയം ഈ ലേഡി അല്ല ഇത് അന്ന് കണ്ട പയ്യനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ലില്ലി അത് പിന്നെ നിനക്ക് ആ പയ്യൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ വീണ്ടും വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ലേഡി ആണെങ്കിൽ എനിക്ക് ആ പയ്യനെ മാത്രമല്ല ആ പയ്യൻ്റെ ഫ്രണ്ടായിട്ടുള്ള തൊട്ടടുത്തിരിക്കുന്ന ഈ പയ്യനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. സ്റ്റൈലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം ലില്ലി എനിക്ക് പിന്നെ 2 പയ്യന്മാരെ നിങ്ങൾ തന്നെ എടുത്തോ, ഇവർ രണ്ടുപേരും നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ലില്ലി സ്റ്റൈലിനോടും കാണ്ടിനോടും ഇത് എൻ്റെ VIP ഗസ്റ്റാണ്, ഇവർ നല്ലപോലെ നോക്കിക്കോളാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം കാണുന്ന ഈ ലേഡിയുടെ അടുത്ത് നമ്മുടെ സ്റ്റൈലും കാണ്ടും എല്ലാം നിൽക്കുന്നതാണ്. ആ സമയം ഈ ലേഡി ഭയങ്കരമായിട്ട് കുറച്ച് ഡ്രിങ്ക് ചെയ്തിട്ടും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആവുന്ന രീതിയിലാണ് പെരുമാറുന്നത്. നമ്മുടെ കാണ്ടാണെങ്കിൽ എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുവാണ്, കാരണം ഇവനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അതിനുശേഷം സ്റ്റൈൽ കേക്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും മുന്നിൽ വെച്ചാൽ ലേഡി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലില്ലിയോട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സീറ്റ് കിട്ടിയിരിക്കുമെന്ന് ലില്ലിയോട് ഇവർ പറയുന്നുണ്ട്. മേ ബി പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. അതേസമയം ലില്ലി കാണിനുണ്ട് നീയും നിൻ്റെ ഫ്രണ്ടും പറഞ്ഞ പോലെ തന്നെ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീയും അവനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഫുള്ള് ഭാഗ്യമായിരിക്കും. കാരണം ഈ ഒരു ലേഡിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇവരെ കൂടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇവർ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു തരും, നിങ്ങൾക്ക് എന്തും തരും എന്നുള്ള അവസ്ഥയാവും. അതുകൊണ്ട് കിട്ടുന്ന അവസരം വിട്ടുകളയരുതെന്ന് പറയുന്നുണ്ട്. കാണ്ടു അപ്പോൾ ഒരിക്കലും വിട്ടുകളയത്തില്ല. അല്ല ഞാനൊരു പാട്ട് വെച്ചോട്ടെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ പാടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലില്ലി അപ്പോൾ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ എടുക്കാൻ വരണ്ട, നീ ആ ലേഡീനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം കാണ്ട് ഓക്കെ എന്ന് പറയുന്നത് ചെന്നൊരു പെൺഡ്രൈവ് അങ്ങോട്ട് പ്ലേ ചെയ്യുകയാണ്. അതിൽ ഒരു പാട്ട് വരുന്നുണ്ട്. എന്നിട്ട് ബർത്ത്ഡേ ആയിട്ടുള്ള ആ ലേഡീനെ കൊടുക്കുകയാണ് മൈക്ക്. അങ്ങനെ ആ ലേഡി കുറച്ച് പാടുന്നുണ്ട്. അതേസമയം കാണ്ടാണെങ്കിൽ അവിടെ റിമോട്ട് എന്തോ എടുത്തിട്ട് ഉടനെ മാറ്റുന്നുണ്ട് ആ ഒരു പ്ലേ ലിസ്റ്റ് എന്തോ. അങ്ങനെ പിന്നീട് വരുന്നത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ മറ്റൊന്നുമല്ല, കീന് ലില്ലിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് ആ ഒരു ഇൻഫർമേഷൻസാണ്. അതിലൊരു ഭാഗമാണിത്. അതായത് അതിലൊരു വീഡിയോ പ്ലേ ആവുന്നത് ഇപ്പോൾ ലില്ലി അവൾ ഹിറ്റ്മാൻ ആയിരുന്ന ടൈമിൽ പലരെയും കൊന്ന വീഡിയോ ആണ്. ആ സമയം ഇത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ആ ലേഡിയും ഇതെന്താണെന്ന് ചോദിക്കുന്ന ടൈമിൽ ലില്ലിയാണെങ്കിൽ ഇന്ന് ഞെട്ടുന്നുണ്ട്. ആ സമയം കാണ്ടാണെങ്കിൽ ഞാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ലില്ലി ഉണ്ടെങ്കിൽ ഞെട്ടി എഴുന്നേറ്റിട്ട് നീ ആരാ നോക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മകനെ ഡേറ്റ് ചെയ്യുന്ന പയ്യനാന്ന് പറയുന്നുണ്ട്. ആ സമയം ലില്ലി വല്ലാണ്ട് ടെൻഷൻ ആവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലേഡീസും ആ ഒരു ബർത്ത്ഡേ ആയിട്ടുള്ള ആ ലേഡിയും ഒക്കെ തന്നെ ലില്ലിയുടെ അടുത്ത് ഇതെന്താ സംഭവം, നീ എന്താ ചെയ്യുന്നത്, നീ ഒരാളെ കൊന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ലില്ലി ഞാൻ കൊന്നില്ല, അത് ഞാനല്ലാന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഉടനെ വാഷ്റൂമിൽ പോയിട്ടില്ലാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. കാരണം കുറച്ച് മുമ്പേ സ്റ്റൈൽ ഇവർക്ക് കുടിക്കാനായിട്ട് വൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ലില്ലിയിൽ മാത്രം അവൻ എന്തോ ഒരു പൊടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് കുടിച്ചുകൊണ്ട് ഇവർക്ക് എന്തോ അസ്വസ്ഥത തോന്നുകയാണ്. അങ്ങനെ നേരെ ഒരു വാഷ്റൂമിലേക്ക് ഓടിയിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം അതേ വാഷ്റൂമിൽ ഫഡയിലും ബൈസണും നിൽപ്പുണ്ടായിരുന്നു. ഇവർ ഒരു തോക്കും ചൂണ്ടിയിട്ട് ഇവരുടെ നേരെ വരുന്നുണ്ട്. ആ സമയം ലില്ലി എന്താ മക്കളെ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മക്കളോ നിങ്ങളതിന് ഞങ്ങളുടെ അമ്മയാണോ, ഞങ്ങളതിന് നിങ്ങളുടെ മക്കളാണെന്നൊക്കെ ചോദിച്ചിട്ട് ബോയ്സ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയം നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ട് ലില്ലി ഒന്നും അറിവിടത്തെ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സമയം അവരാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം അറിയാം, കൂടുതൽ കളിക്കണ്ട, നിങ്ങൾ ഞങ്ങളുടെ അമ്മയൊന്നും അല്ല, ഞങ്ങളുടെ അമ്മേനെ അച്ഛനെയൊക്കെ നിങ്ങൾ തന്നെയല്ലേ കൊന്നത്, അതുപോലെ തന്നെ എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെയും നിങ്ങളല്ലേ കൊന്നത് എന്നിങ്ങനെ ഫഡയിൽ ചോദിക്കുന്നുണ്ട്. ആ സമയം ലില്ലി അതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതല്ല, അതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവർ ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങളും കൂടെ മരിക്കാനായിട്ട് പറഞ്ഞിട്ട്
അവർക്കെതിരെ തോക്ക് ചൂണ്ടിയിട്ട് അവരെ ഷൂട്ട് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്ന ടൈമിന് ലില്ലിയും പേടിച്ച് അവരും ഇമോഷണൽ ആവുന്നുണ്ട്. ഇവരെന്തിനാ ഇമോഷണൽ ആവാൻ സത്യം പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ. അതേസമയം നമ്മുടെ ഫഡേലിനും ബൈസനും എന്തായാലും സങ്കടം വരും. കാരണം അവരുടെ പാരൻസിനെ കൊന്ന ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട്. അതേസമയം ഷൂട്ട് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും കാണ്ടും സ്റ്റൈലും അങ്ങോട്ടേക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യരുത്, നിങ്ങളിനി ആരെയും കൊല്ലില്ലാന്ന് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തതല്ലേ, ഇനി കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല, ജയിലിൽ പോകേണ്ട സിറ്റുവേഷൻ വരും, അതുകൊണ്ട് കൊല്ലല്ലേ. തോക്ക് താഴ്ത്താനായിട്ട് കാണ്ട് ബൈസനോട് പറയുന്നുണ്ട്. അങ്ങനെ ബൈസൺ താഴ്ത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഫഡേൽ അവർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കാണ്. അങ്ങനെ സ്റ്റൈലും അവനെയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് ഇവിടെ നിന്ന് പോക്കോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കാത്ത പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇവർക്ക് ആ ഒരു തോക്ക് കൊടുത്തിട്ട് സേഫായിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണ്ടും സ്റ്റൈലും ലില്ലീനെ എന്താ ചെയ്തതെന്നും അറിയത്തില്ല. പിന്നീട് കാണിക്കുന്നത് കാണ്ടും സ്റ്റൈലും ഫഡേലിനെ ബൈസിനെ ബാഗ് പാക്ക് ചെയ്ത് ഫേക്ക് പാസ്പോർട്ടും കൊടുത്ത് പറഞ്ഞു വിടുന്നതാണ്. കാരണം മേ ബി അവർ ലില്ലീനെ കൊന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും അവരോടിപ്പോൾ രക്ഷപ്പെട്ടോ, പോലീസ് വരുന്നതിന് മുമ്പ് ചെല്ല്, നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യരുത്, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം, ഞങ്ങളെ കാണാനും വരരുത്, ഞങ്ങൾ എല്ലാം ഒതുങ്ങി കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ സ്റ്റൈലിനോട് ദേ പോലീസുകാർ നിന്നെ പിടിച്ച് വെച്ച് ഉപദ്രവിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നീ സത്യങ്ങളെല്ലാം തുറന്നു തരണം, ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നീ വെറുതെ അവരുടെ മുന്നിൽ അടി വാങ്ങിച്ച് കൂട്ടരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നീ എവിടെ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാണ്ടും ബൈസനോടും നീ എന്നെ കാണാനൊന്നും വന്നേക്കരുത്, എല്ലാം തീരുമ്പോൾ ഞാൻ തന്നെ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രണ്ടുപേരും ശരി ശരി പെട്ടെന്ന് ചെല്ല്, ഇപ്പം ഇറങ്ങിയാലേ നാളെ രാവിലെ എത്തത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ പോകാൻ തുടങ്ങുന്ന ടൈമിൽ കറക്റ്റ് ക്യാബിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എങ്ങോട്ട് പോകാമെന്ന വിചാരവും ചോദിച്ചിട്ടുണ്ട്. അവർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. ഉടനെ തന്നെ ഫഡേലും ബൈസനും അവരെ തോക്കും ഇയാൾക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. കണ്ടപ്പോൾ എന്താ ക്യാപ്റ്റൻ, നിങ്ങൾ എന്നല്ലേ പറഞ്ഞ് ഇവരെ വെറുതെ വിടാന്ന്, നിങ്ങൾക്ക് ഞങ്ങൾ ലില്ലീനെ പിടിച്ച് തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മേ ബി ലില്ലീനെ ഇയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും, അന്ന് നമ്മളെ കാണിച്ചില്ല ആ സമയം അയാൾ. പക്ഷേ ഇവർ കുറേ പേരെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവരും ജയിലിൽ കിടക്കേണ്ടതാണ്, മെയിൻ ആളെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. കണ്ടപ്പോൾ നമുക്കൊരു ഡീല് വെക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ക്യാപ്റ്റനോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് രാവിലെ ക്യാപ്റ്റൻ അയാളുടെ മകനെ സ്കൂളിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ കാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കാണ്ട് എന്നിട്ട് ക്യാപ്റ്റനെ ഫോളോ ചെയ്ത് പോയപ്പോഴത്തേക്കും ക്യാപ്റ്റൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ടീച്ചറാണെന്ന് അറിയത്തില്ല. എന്തായാലും കാണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ തൻ്റെ മകനെ എല്ലാത്തിലും മുകളിൽ നിർത്താനൊക്കെ ആയിട്ട് ഇയാളുടെ കയ്യിൽ പൈസ ഏൽപ്പിക്കുന്നത്. അതായത് മകൻ ഉയർന്ന് എത്തണം സ്കൂളിൽ, അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തും പിന്നെ ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ ആയിട്ട് പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഇയാൾ കയറ്റിയത്. അതെല്ലാം തന്നെ ആ ഒരു സംഭവം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണ്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാണ്ട് ഈ പൈസ കൊടുക്കുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് ഞാനിതാറ്റ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പോലീസ് എന്നുള്ള ജോലിയും പോവും, നിങ്ങളുടെ ആഗ്രഹിച്ച പ്രൊമോഷനും എല്ലാം പോയി കിട്ടുമെന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റൻ. അപ്പോൾ പക്ഷേ ഇവർ ഇത്ര ആൾക്കാരെ കൊന്നു, അതുകൊണ്ട് എനിക്കിവരെ വെറുതെ വിടാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഇവരുടെ ശിക്ഷയൊക്കെ കുറച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫഡേൽ ശരി നിങ്ങളത് കുറച്ചിട്ട് ജയിൽ ശിക്ഷ എത്ര വർഷത്തേക്ക് ആക്കി തരും എന്ന് വെച്ചപ്പോൾ 5 വർഷമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കാണ്ട് അതൊന്നും പറ്റത്തില്ല, ഒന്നിലേറെ വെറുതെ വിടും, ഇല്ലേ നിങ്ങളുടെ വീഡിയോ ലീക്കാക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫഡേലും ബൈസനും പരസ്പരം നോക്കി എന്തോ ആലോചിച്ചിങ്ങനെ തലയാട്ടിയിട്ട് രണ്ടുപേരുടെ തോക്ക് താഴെ വെച്ചിട്ട് ഓക്കെ 5 വർഷം ഞങ്ങൾ ജയിലിൽ കിടക്കാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈല് പക്ഷേ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കില്ല എന്ന് എന്താ ഉറപ്പ്, നിങ്ങളാറ്റേന് നാളെ ഇവരുടെ ഈ 5 വർഷം കൂട്ടിയിട്ട് അവർക്ക് അതിൽ കൂടുതൽ ശിക്ഷ കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കാണ്ടും അതെ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞ വാക്കാണ്, ഉറപ്പായിട്ടും ഇവർക്ക് 5 വർഷത്തിൽ കൂടുതൽ കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കാണ്ടും ബൈസനും സ്റ്റൈലും ഫഡേലും കൂടെ സംസാരിക്കുകയാണ്. ആ സമയം നമ്മുടെ ബൈസനും ഫഡേലും കൂടെ ആയിട്ട് ഞങ്ങൾക്ക് ഇനി ഓടാൻ വയ്യ, എന്തൊക്കെയായാലും ഒളിച്ച് താമസിക്കേണ്ടി വരും, ഇനി നോർമൽ ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും 5 വർഷമെങ്കിൽ 5 വർഷം ജയിലിൽ കിടന്നിട്ട് തിരിച്ചിറങ്ങാമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ തീരുമാനം ഇതാണ്ട് തന്നെ നമ്മുടെ സ്റ്റൈലും കാണ്ടും പിന്നെ എതിർക്കാൻ നിൽക്കുന്നില്ല. പകരം ക്യാപ്റ്റനോട് കാണ്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അവരെ ഇന്ന് കൊണ്ടോ അതെ നാളെ കൊണ്ടുപോകൂടെ, ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ എന്തിനാ വീണ്ടും ഇവരെ നാട് കടത്തി വിടാനാണെന്ന് ചോദിക്കുന്ന സമയത്ത് കാണ്ട് അല്ല ഒരൊറ്റ ദിവസം കൂടെ ഞങ്ങൾക്ക് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യാപ്റ്റൻ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻ ശരി പക്ഷേ നാളെ ഇവർ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവരെ കൊല്ലും, പിന്നെ ഇവരെ കാണുന്ന നിമിഷം ഇവരുടെ ഡെഡ് ബോഡി ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ നാളെ എന്തായാലും വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ഫഡേലും സ്റ്റൈലും കാണ്ടും ബൈസനും ഒക്കെ ഹഗ് ചെയ്യുന്നുണ്ട് പരസ്പരം. അതിനുശേഷം കാണിക്കുന്നത് കാണ്ടും ബൈസന് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നതാണ്. ബൈസൻ്റെ ഫേവറേറ്റ് ഫുഡ് തന്നെയാണ് കാണ്ടാന് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. എന്നാൽ ബൈസൺ വിഷമിച്ചിരിക്കുകയാണൊന്നും കഴിക്കാതെ. ആ സമയം കാണ്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ബൈസൺ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിന്നെ വിട്ട് പോകുന്നതിനേക്കാളും മരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പറയുന്നുണ്ട്. കാണ്ടപ്പോൾ അങ്ങനെയൊന്നും പറയല്ല, ഞാൻ എൻ്റെ പരമാവധി ട്രൈ ചെയ്തു, പക്ഷേ 5 വർഷം നീ ജയിലിൽ പോകേണ്ടി വരും, നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ബൈസൺ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്ത തെറ്റിനുള്ള ഫലമാണിത്, ഞാൻ ചെയ്തു, അതിനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കാണാണെങ്കിൽ ഒരൊറ്റ ദിവസം
ദിവസം നമുക്ക് ഒരുമിച്ചിരിക്കാൻ ടൈമുള്ളൂ. ആ ഒരൊറ്റ ദിവസം നല്ല മെമ്മറീസ് ആണെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നീ വിഷമിക്കരുത്, നീ എന്നെ വിഷമിപ്പിക്കരുത്, ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് നമ്മുടെ സ്റ്റൈലിനെ ഫഡേലും കാണിക്കുമ്പോൾ ഇവർ നമ്മുടെ സ്റ്റൈലിൻ്റെ മെക്കാനിക് ഷോപ്പിൽ ഇരിപ്പുണ്ട്. സ്റ്റൈല് നല്ല വിഷമിച്ചിരിക്കുകയാണ്. ഫഡേൽ അപ്പോൾ അവനെ സമാധാനിപ്പിച്ചിട്ട് ഒരൊറ്റ ദിവസം നമ്മുടെ മുന്നിലുള്ളൂ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ആ സമയം സ്റ്റൈൽ നിനക്ക് എവിടെ പോകണം, എന്ത് കഴിക്കണം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, അങ്ങോട്ടേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഫഡേൽ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് നിൻ്റെ കൂടെ കംഫർട്ടബിളായിട്ട് നീയും ഞാനും മാത്രമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവണമെന്ന് പറയാണ്. ആസിമ സ്റ്റൈൽ എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ പറയുന്നുണ്ട്. ആസിമ ഫഡേൽ എങ്കിൽ പിന്നെ ആദ്യം ഞാൻ നിന്നെ ഒരു 10 മിനിറ്റ് ഹഗ് ചെയ്തുകൊണ്ടിരുന്നോട്ടേ നോക്കുന്നുണ്ട്. ആസിമ സ്റ്റൈൽ അതിനെന്താ നോക്കിയാണ്. അങ്ങനെ ഫഡേൽ അവനെ ഹഗ് ചെയ്ത് അവനെ കിസ് ചെയ്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അവന് നല്ല വിഷമമുണ്ട്, പക്ഷെ അവൻ പുറത്ത് കാണിക്കാതിരിക്കുകയാണ്. ഇതും കാണിച്ച് പാർട്ട് 1 ഉണ്ടാക്കുന്നുണ്ട്. പാർട്ട് 2 ഉടനെ തന്നെ ഇടാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് ഇട്ട് ബൈ.